പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോ? നിങ്ങളെല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിച്ചെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്നൊരു പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ്. ആ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? കൂദാശകൾ, ജീവൻ നൽകുന്ന നീർച്ചാലുകൾ. ഈ പാഠം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ ഈശോയുടെ അനുഗ്രഹം വേണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കൈകൂപ്പി കണ്ണടച്ച് മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശോയോടൊന്ന് പറഞ്ഞേ, ഈശോയെ എൻ്റെ കൂടെ വരണമേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ബുദ്ധിയും ജ്ഞാനവും വിവേകവും വിശുദ്ധിയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളെ ഞാൻ ഒരു പുതിയ കഥാപാത്രത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ഒരു കഥാപാത്രമാണ്. ആരാണെന്നറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു കൊച്ചു വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എന്നിട്ട് സിസ്റ്ററിനോട് പറയണം ആരാണ് ഈ കഥാപാത്രം എന്ന്. റെഡിയല്ലേ? വീഡിയോ കണ്ടോ? ആരാണ് ഈ കഥാപാത്രം? സമരിയാക്കാരി സ്ത്രീ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമരിയാക്കാരി സ്ത്രീ സിക്കാർ എന്ന പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിൻ കരയിൽ അവിടെ വന്ന് ഇരുന്ന ഈശോയോട് സംഭാഷണം നടത്തുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത് അല്ലേ? അപ്പോൾ ഈശോ ആ സമരിയാക്കാരി സ്ത്രീയോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക. അവൾ ഈശോയോട് പറയുക, നീ വലിയ യഹൂദനല്ലേ, ഞാനൊരു സമരിയാക്കാരി സ്ത്രീയാണ്, നമ്മൾ തമ്മിൽ യാതൊരു സമ്പർക്കവും അനുവദിക്കുന്നില്ല. അപ്പോൾ ഈശോ ആ സ്ത്രീയോട് പറയുകയാണ്, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഈശോ ആ സ്ത്രീയോട് പറയുകയാണ്, ആ മകളെ, ഞാൻ നിനക്ക് ജീവജലം തരാം. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. അതവനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന നീരുറവയാക്കും. ഇത് വലിയ കാര്യം ഈശോ പറഞ്ഞെന്നറിയാവോ? ആ സങ്കടപ്പെട്ട് ഒരു കുടമൊക്കെ ചുമന്ന് ആ കിണറ്റിൻകരയിൽ വന്ന സ്ത്രീ ഈശോയോട് അല്പസമയം സംസാരിച്ചു കഴിഞ്ഞ് അവൾ തിരിച്ചു പോകുന്നത് വലിയ സന്തോഷത്തോടെയാ, വലിയ സ്നേഹത്തോടെയാ ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി അവൾ പിന്നെ പോകുന്നത്. കുഞ്ഞുങ്ങളെ, നമ്മളും ആ ഈശോയോട് ഇടയ്ക്കിടെ സംഭാഷണം നടത്തണം. ഈശോയുടെ അടുത്ത് ഇടയ്ക്ക് പോയി ഇരിക്കണം. അപ്പോഴോ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈശോ സന്തോഷവും സമാധാനവും തരും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറഞ്ഞ ആ ജീവജലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞുപോയ 2 പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ചിരുന്നു അത്. എന്താണ് ആ ജീവജലം? ആ ജീവജലത്തിൻ്റെ പേരാണ് ദൈവിക ജീവൻ അല്ലെങ്കിൽ കൃപാവരം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ? ദൈവിക ജീവൻ എന്നത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ദൈവിക ജീവൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വയൽ കണ്ടിട്ടുണ്ടോ? നല്ല വിശാലമായ നെൽപ്പാടങ്ങൾ. ഈ നെൽപ്പാടം വേനൽക്കാലമാകുമ്പോൾ അല്ലേ വരണ്ട് ഉണങ്ങിപ്പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ആ ജലം ശേഖരിച്ച് നീർച്ചാലുകൾ ഉണ്ടാക്കി ഈ വയലിനെ നനയ്ക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരൊക്കെ അത് ചിത്രത്തിൽ കണ്ടിട്ടുണ്ടല്ലേ? എന്തിനാണ് ഇങ്ങനെ നീർച്ചാലുകളിലൂടെ
വെള്ളം കൊടുക്കുന്നത്? വയല് നെൽച്ചെടികളൊക്കെ ഒരിക്കലും ഉണങ്ങിപ്പോകാതിരിക്കാൻ. മക്കളെ, ഇവിടെ ഈശോ പറഞ്ഞ ഈ ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുക്കുന്ന നീർച്ചാലുകളാണ് കൂദാശകൾ. മനസ്സിലായോ? ഈശോ നൽകുന്ന ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുക്കപ്പെടുന്ന നീർച്ചാലുകളാണ് കൂദാശകൾ. ഈ കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? കൂദാശ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥമാണ് വിശുദ്ധീകരിക്കുന്ന കർമ്മം. എന്താണ്? വിശുദ്ധീകരിക്കുന്ന കർമ്മം. ഈ കൂദാശകൾ നമുക്ക് പാപമോചനവും ദൈവിക ജീവനും പ്രദാനം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തരുന്ന ഈ കൂദാശകൾ? ഒന്ന് പറഞ്ഞേ. പാപമോചനം. രണ്ടാമത് ദൈവിക ജീവൻ. നമുക്കിത് ലഭിക്കണ്ടേ? നമുക്കിത് ലഭിക്കണം. നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ സ്വീകരിച്ചു, 3 കൂദാശകൾ സ്വീകരിച്ചു. ഇനി നമ്മൾ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? നിങ്ങൾ ഈ ദൈവിക ജീവൻ പ്രാപിച്ച് കൂദാശകളൊക്കെ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോഴെന്താണ് ഈ കൂദാശകൾ? ഈ കൂദാശകൾക്ക് ഒരു നിർവചനമുണ്ട്. നമുക്കത് പഠിക്കാം. കൂദാശകളുടെ നിർവചനം നമുക്ക് ഈ സമയം പഠിക്കാം. അതായത് കൂദാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവിക ജീവൻ നൽകിക്കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളമാണ് കൂദാശകൾ. ഒരിക്കൽ കൂടി പറയാം. അദൃശ്യമായ ദൈവിക ജീവൻ നൽകി നമ്മെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യാൻ ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളമാണ് കൂദാശകൾ. ഇത് കാണാപ്പാടും പഠിക്കണം കേട്ടോ. എന്നിട്ട് മനസ്സിലാക്കണം എന്താണ് ഈ അദൃശ്യമായ കാര്യങ്ങൾ, എന്താണ് ഈ ദൃശ്യമായ അടയാളങ്ങൾ. ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ മാമോദീസ കണ്ടിട്ടുണ്ടോ? മാമോദീസ ചടങ്ങ് നിങ്ങൾ കൂടിയിട്ടുണ്ടോ? അപ്പോൾ പുരോഹിതൻ അല്ലെങ്കിൽ കാർമ്മികൻ ഈ ശിശുവിൻ്റെ ശിരസിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോഴിങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്നത് നമ്മൾ ദൃശ്യമായി കാണുന്നു, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ അദൃശ്യമായ ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വെള്ളം ഒഴിക്കുന്നത് മൂലം അതുവരെയുള്ള നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് നമ്മളൊരു പുതിയ വ്യക്തിയായി മാറ്റപ്പെടുകയാണ്. അതാണ് അദൃശ്യമായ കൃപാവരം. അപ്പോൾ നിങ്ങൾ ഈ കൂദാശ എന്ന ഈ നിർവചനം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ഇനിയും നമ്മൾ ഈ കൂദാശകളെ കുറിച്ച് പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെയാണ് കൂദാശകൾ? കൂദാശകൾ എത്ര എണ്ണമാണെന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞേ, എത്ര കൂദാശകളുണ്ട്? ഈശോ സ്ഥാപിച്ച കൂദാശകളുടെ എണ്ണം എത്രയാണ്? 7 കൂദാശകൾ. ഈ 7 കൂദാശകളുടെ പേര് നമുക്കൊന്ന് പഠിച്ചാലോ? സിസ്റ്റർ നിങ്ങളൊരു ഗാനരൂപത്തിൽ ഈ 7 കൂദാശകളെ കുറിച്ചുള്ള ഒരു പാട്ട് നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾ വേഗം പഠിക്കണം. ചെറിയ ഒരു ആംഗ്യപ്പാട്ടാണ്. പഠിക്കില്ലേ? നമുക്ക് പഠിക്കാം. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, പുണ്യവിവാഹമതും. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, പുണ്യവിവാഹമതും. 7 കൂദാശകൾ എപ്പോഴും ഓർത്തിടണം. 7 കൂദാശകൾ എപ്പോഴും ഓർത്തിടണം, എപ്പോഴും ഓർത്തിടണം. നിങ്ങൾക്ക് പാട്ടിഷ്ടമായോ? എല്ലാവരും പാടിയല്ലേ? നല്ല മിടുക്കരാണ് നിങ്ങൾ. അപ്പോൾ 7 കൂദാശകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം.
ഇങ്ങനെ 7 കൂദാശകൾ ഈശോ നമുക്ക് വേണ്ടി, നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുവാൻ വേണ്ടി സ്ഥാപിച്ചവയാണ്. ഇതിൽ 3 കൂദാശകൾ നിങ്ങൾ സ്വീകരിച്ചു എന്ന് സിസ്റ്റർ പറഞ്ഞു. ഏതൊക്കെ കൂദാശകളാണ് നിങ്ങൾ സ്വീകരിച്ചേ? ഒന്ന് മാമോദീസ. എല്ലാവരും മാമോദീസ സ്വീകരിച്ചോ? നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ മാമോദീസ സ്വീകരിച്ചവരാണ്. മാമോദീസ സ്വീകരിച്ചെന്ന് നിങ്ങൾ 2 കൂദാശകൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? തൈലാഭിഷേകം, മറ്റൊരു കൂദാശ പറഞ്ഞേ. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന. ഈ 3 കൂദാശകളും നിങ്ങൾക്ക് ഒറ്റ ദിവസം ലഭിച്ചു, ഒരു ദിവസം തന്നെ ലഭിച്ചു. നിങ്ങൾ മാമോദീസ സ്വീകരിച്ച ദിവസം തന്നെ ഈ 3 കൂദാശകൾ നിങ്ങൾക്ക് ലഭിച്ചു. മക്കളെ, ഈ 3 കൂദാശകളെ പറയുന്ന പേരാണ് പ്രവേശക കൂദാശകൾ. എന്ത് കൂദാശയാണ്? എന്ത് പേരാണ്? പ്രവേശക കൂദാശകൾ. എന്തുകൊണ്ടാണ് ഈ 3 കൂദാശകളെ പ്രവേശക കൂദാശകൾ എന്ന് പറയുന്നത്? പറയാം. അതായത് ഈ പ്രവേശക കൂദാശകൾ സ്വീകരിക്കുന്നത് വഴിയാണ് ഒരു വ്യക്തി ഈശോയുമായിട്ടുള്ള ആ ബന്ധത്തിലേക്കും സഭാജീവിതത്തിലേക്കും കടന്നു വരുന്നത്. എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോണം. ഈശോയുമായിട്ടുള്ള ആ ബന്ധത്തിലേക്കും സഭാജീവിതത്തിലേക്കും ഒരു വ്യക്തി കടന്നു വരുന്നത് ഈ പ്രവേശക കൂദാശകൾ സ്വീകരിക്കുമ്പോഴാണ്. അപ്പം നമ്മളിപ്പോൾ ആരായി മാറി? നിങ്ങളിപ്പോൾ ആരായി മാറി? 3 കൂദാശകൾ സ്വീകരിച്ചിട്ട് നിങ്ങളിപ്പോൾ ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു, തിരുസഭയിലേക്ക് കടന്നു വന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ 3 കൂദാശകളുടെ പ്രാധാന്യം? നമ്മളെ ദൈവമക്കളാക്കി മാറ്റി, സഭയിലെ അംഗങ്ങളാക്കി മാറ്റി. ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്, സഭയിലെ അംഗങ്ങളാണ്. അപ്പം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇനിയും നമ്മൾ ഈ കൂദാശകളെ കുറിച്ച് പഠിക്കുമ്പോൾ, 7 കൂദാശകളെ കുറിച്ച് പഠിക്കുമ്പോൾ, കൂദാശ ആര് സ്ഥാപിച്ചതാണ്? നമുക്കറിയാം, ഈശോ സ്ഥാപിച്ചതാണ് 7 കൂദാശകളും. 7 കൂദാശകളും ഈശോ സ്ഥാപിച്ചു എന്നതിന് തെളിവ് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടി വലിയ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൂദാശകൾ ആരാണ് സ്ഥാപിച്ചത്? ഈശോയാണ് കൂദാശകൾ സ്ഥാപിച്ചത്. ഇനി നമ്മൾ ആഘോഷമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ അല്ലേ? നിങ്ങൾ എന്തു ചെയ്യണം? കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ അടുത്തൊരുങ്ങുന്നതാണ് അല്ലേ? ഇനി കുമ്പസാരമുണ്ട്. അനുരഞ്ജന കൂദാശ എന്ന കുമ്പസാരം സ്വീകരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. അതിനുശേഷവും നിങ്ങൾ ആഘോഷമായിട്ട് രാജാതിരാജനായ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. കുഞ്ഞുമക്കളെ, ചുമ്മാ പോയിട്ട് നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒട്ടും ഒരുക്കമൊന്നുമില്ലാതെ നിങ്ങൾ കുമ്പസാരിക്കാൻ പോവോ? നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടി പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് ഈ കൂദാശകളൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങണം. നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകണം. അങ്ങനെ ചെയ്യില്ലേ? അപ്പോൾ ഏറ്റവും ഒരുക്കത്തോടെ ഭക്തിയോടെ വേണം നമ്മൾ കൂദാശകൾ സ്വീകരിക്കാൻ. ഇങ്ങനെയൊക്കെ വേണം. ഒരുക്കം വേണം, ഭക്തി വേണം. അപ്പോൾ ഒരുക്കവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ വേണം നമ്മൾ കൂദാശകൾ സ്വീകരിക്കാൻ. കുഞ്ഞുങ്ങളെ, ഈശോ നമുക്ക് ഇത്രയും വലിയൊരു സമ്മാനം തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? നമ്മൾ ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കുഞ്ഞിലെ നമുക്ക്, ഏറ്റവും ചെറുപ്പത്തിലെ നമുക്ക് ലഭിക്കുന്ന 3 കൂദാശകളുണ്ട്. പിന്നെയോ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് കൂദാശകൾ കിട്ടും. ഓരോ കാലഘട്ടത്തിലും നമ്മൾക്ക് കൂദാശകൾ ലഭിക്കും. അപ്പോൾ മാമോദീസ, തൈലാഭിഷേകം, കുർബാന, ഇനി നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് കുമ്പസാരം. വീണ്ടും നമ്മൾ രോഗാവസ്ഥയിലാകുമ്പോൾ നമ്മൾക്ക് രോഗസൗഖ്യം ലഭിക്കാൻ നമുക്ക് തരുന്ന കൂദാശയാണ് രോഗീലേപനം. ഒരാൾ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുവാൻ ഏത് കൂദാശയാണ്? തിരുപ്പട്ടം എന്ന കൂദാശ. വീണ്ടും ഒരു കുടുംബം സ്ഥാപിക്കപ്പെടാൻ, ഒരു കുടുംബജീവിതം രൂപീകരിക്കപ്പെടാൻ ഈശോ സ്ഥാപിച്ച കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
ഇങ്ങനെ 7 കൂദാശകൾ ഈശോ സ്ഥാപിച്ചത് ജനനം മുതൽ മരണം വരെ നമ്മൾ എപ്പോഴും ഈശോയിൽ ജീവിക്കാനും സഭയോട് ചേർന്ന് നിൽക്കാനുമാണ്. ഈശോയിൽ ജീവിക്കാനും സഭയോട് ചേർന്ന് നിൽക്കാനുമാണ്. അപ്പോൾ പറഞ്ഞു, ഒരുക്കത്തോടും ഭക്തിയോടും കൂടി വേണം ഈ കൂദാശകളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ. കുഞ്ഞുമക്കളെ, ഈ പാഠം പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നാമതായി നമ്മൾ പഠിച്ചതാണ് ആ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കാൻ ഈശോ നമുക്ക് നൽകുന്നത് ജീവജലമാണ്. എന്ത്? ആ കൂദാശകൾ. ഇത് നമുക്ക് ലഭിക്കുന്നത് സഭയിലൂടെ. ഈ കൂദാശകൾ എന്ന വാക്കിൻ്റെ, ഈ സുറിയാനി വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മം. ഇനി കൂദാശകളുടെ നിർവചനവും നമ്മൾ പഠിച്ചു. 7 കൂദാശകൾ, ഒരു പാട്ടൊക്കെ പാടി നമ്മൾ പഠിച്ചു. ഈ പാട്ട് നിങ്ങൾ ഇന്ന് മുഴുവൻ പപ്പായും മമ്മിയും ഒക്കെ പാടി കേൾപ്പിക്കണം കേട്ടോ. ഇനിയും നമ്മൾ അവസാനമായി പഠിച്ചു എന്ത്? ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ നമ്മൾ ഓരോ കൂദാശകളും സ്വീകരിക്കണം. മക്കൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ മുതൽ ഓരോ നിമിഷവും നമ്മൾ ഒരുങ്ങണം. ഇനി അടുത്ത കൂദാശ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം, ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കണം, ഈശോയുടെ സഹായം തേടണം, ഈശോയോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളരണം. മക്കളെ, നമ്മൾ ഈ പാഠം അവസാനിക്കുമ്പോൾ നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ആഴ്ച നമ്മൾ മനഃപ്പാഠമാക്കേണ്ട ഒരു വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞ ആ വചനമില്ലേ, അത് നമ്മൾ ഹൃദ്യസ്ഥമാക്കണം. എന്തായിരിക്കാം ആ വചനം? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനമാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് അതൊന്ന് ഭക്തിപൂർവ്വം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനം. ഈശോ പറയുകയാണ്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാക്കും. ഈ വചനം നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ വചനം നിങ്ങൾ ഉരുവിട്ട് നടക്കണം. നിങ്ങളുടെ നോട്ട് ബുക്കിൽ വളരെ കൃത്യമായി ഈ വചനം എഴുതി വെക്കണം. വീണ്ടും നിങ്ങൾ മടുത്തോ? നമുക്ക് ഇനി 4 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുണ്ട്. ആ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നോക്കി ഈ 4 ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. 4 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം, നമുക്ക് ദൈവിക ജീവൻ പകർന്നു തരുന്ന നീർച്ചാലുകൾ ഏവ? നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ചോദ്യം, കൂദാശകൾ എന്നാൽ എന്ത്? അത് നിങ്ങൾ പഠിച്ചു. മൂന്നാമത്തെ ചോദ്യം, കൂദാശകൾ എത്ര, ഏതെല്ലാം? അത് നിങ്ങൾക്ക് കാണാപ്പാടും അറിയാം. 4-മത്തെയാണ്, എങ്ങനെയാണ് നാം കൂദാശ സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം എഴുതുക, നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. നിങ്ങൾ മടുത്തോ? നിങ്ങൾ നല്ല മിടുക്കരാ, നിങ്ങൾ പെട്ടെന്ന് മടുക്കുകയൊന്നുമില്ല. എങ്കിൽ നമുക്ക് ഈ കൂദാശകളെ സംബന്ധിച്ചുള്ള ഒരു പാട്ട് നമുക്ക് പാടാം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 23-ാം പേജിൽ ഈ പാട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കൈയടിച്ച് സന്തോഷത്തോടു കൂടി ഈ പാട്ടൊന്ന് പാടിയാലോ? ജീവജലത്തിനുറവയാകും 7 കൂദാശകളേകിനാഥൻ നിത്യമം ജീവൻ പ്രദാനം ചെയ്യാൻ ശുദ്ധീകരിച്ചങ്ങു ശക്തനാക്കാൻ. ജീവജലത്തിനുറവയാകും 7 കൂദാശകളേകിനാഥൻ നിത്യമം ജീവൻ പ്രദാനം ചെയ്യാൻ ശുദ്ധീകരിച്ചങ്ങു ശക്തനാക്കാൻ. ഈശോദിന്റെ രഹസ്യങ്ങളെ നമ്മൾക്ക് അനുഭവമാക്കുന്നവ തിരുസഭഗാത്രം പടുത്തുയർത്താൻ സ്നേഹത്തിൽ സേവകരാക്കി മാറ്റാൻ. ഈശോദിന്റെ രഹസ്യങ്ങളെ നമ്മൾക്ക് അനുഭവമാക്കുന്നവ തിരുസഭഗാത്രം പടുത്തുയർത്താൻ സ്നേഹത്തിൽ സേവകരാക്കി മാറ്റാൻ. ജീവജലത്തിനുറവയാകും 7 കൂദാശകളെ
നിത്യമാം ജീവൻ പ്രദാനം ചെയ്യാൻ ശുദ്ധീകരിച്ചങ്ങു ശക്തരാക്കാൻ. ജീവൻ പകരുമ കൂദാശകൾ ഭക്ത്യതരവോടെ സ്വീകരിക്കാം. സ്നേഹം നിറഞ്ഞൊരു ഹൃദയമോടെ കൃപാവരം നേടി ധന്യരാകാം. ജീവൻ പകരുന്ന കൂദാശകൾ ഭക്തിയോടെ സ്വീകരിക്കാം. സ്നേഹം നിറഞ്ഞൊരു ഹൃദയമോടെ കൃപാവരം നേടി ധന്യരാകാം. ജീവജലത്തിനുറവയാകും കൂദാശകളേകിനാഥൻ നിത്യമാം ജീവൻ പ്രദാനം ചെയ്യാൻ ശുദ്ധീകരിച്ചങ്ങു ശക്തരാക്കാൻ. കുഞ്ഞുങ്ങള് സന്തോഷത്തോടെ പാട്ട് പാടിയില്ലേ? ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം. എന്താണ് ഞാൻ ഈ ആഴ്ചയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കേണ്ട തീരുമാനം? അതായത് ഞാൻ ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ കൂദാശകൾ സ്വീകരിക്കും. എങ്ങനെ തീരുമാനം? എങ്ങനെ? ഞാൻ ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ കൂദാശകൾ സ്വീകരിക്കും. ഇതായിരിക്കണം ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം. കുഞ്ഞുമക്കളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മൾ ഒത്തിരിയേറെ ഈശോ ഇന്ന് അനുഗ്രഹിച്ചു അല്ലേ? നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ഈശോ അനുഗ്രഹിക്കും. സമരിയാക്കാരി സ്ത്രീ ഈശോയുടെ അടുത്ത് ചെന്നിരുന്ന് അല്ലെങ്കിൽ ഈശോയുടെ സാന്നിധ്യത്തിലായിരുന്നപ്പോൾ അവൾ വലിയ മാറ്റത്തോടെ തിരിച്ചു പോയതുപോലെ കുഞ്ഞുമക്കൾ ഇത്രയും നേരം ഈശോയുടെ വചനങ്ങൾ കേൾക്കുകയായിരുന്നു, ഈശോയെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈശോ തരും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നമ്മളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, കൂദാശകളൊക്കെ വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, ഒരുക്കത്തോടെ, ഭക്തിയോടെ സ്വീകരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും യോഗ്യതയോടെ ഈശോയെ സ്വീകരിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.